ഓ എന്തോ ഇവിടെ താഴെ അപ്പച്ചാ തങ്കച്ചാ ഞാൻ പെടൽ എടാ കൊക്കെ മേലെ നിക്കുന്ന മറ്റേ പ്രതിമയോട് പറ മര്യാദക്കൊക്കെ സംസാരിച്ചോണ്ട് പെടലേ അടിച്ച് തിരിഞ്ഞെന്ന് പറ. തങ്കച്ചാ ഇവിടെ മാറും അതുകൊണ്ട് തൊടുന്നില്ല. വല്ലപ്പോഴും കുളിക്ക് ആദ്യം. പിന്നെ എന്നെ കുളിപ്പിക്കാൻ വരുന്നത് അയ്യേ നീ അങ്ങ് ആഗ്രഹിച്ചിരുന്നോ കുളിപ്പിക്കാൻ? കുളിപ്പിക്കുന്നത് നോക്കി ഇരിക്കല്ലേ ഞാൻ. പിന്നെ എന്തിനാ വിളിക്കുന്നത് കുളിപ്പിക്കാൻ വേണ്ടിട്ട്? വേണമെങ്കിൽ ഇപ്പൊ കുളിയടി മോനെ ഇക്കോ. എന്തോ എന്തോ ആ പെണ്ണിനെ സംസാരം കേട്ടില്ലേ? അടിച്ച് പെടലേ ഇരിക്കാൻ തോന്നുന്നില്ലേ പിന്നെ? വേണ്ട തങ്കച്ചാ അവളെ ഏതവള്? തങ്കച്ച എന്താ പരിപാടി? എന്താ പരിപാടി ഒന്നുമില്ല. അവള് ഏതവള്? അവള് ഭയങ്കര ഷോ ആണല്ലോ അവിടെ കിടന്നിട്ട്. പിടിച്ചങ്ങ് അടിച്ചാലോ തുന്നെ അതിന് വിളയും. വേണ്ട വേണ്ട തങ്കച്ച നമുക്ക് ഈ പെമ്പിള്ള ഇത് നിങ്ങളുടെ ചെറുക്കനാണോ? അല്ല ഇല്ല ഇവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുക്കൻ. വെജിറ്റാണോ? ഹലോ വെജിറ്റാണോ? അതെ ആ എന്റെ നമ്മുടെ ആളാണോ പിന്നെ? ആ തന്നെ നമ്മളെ 4 പേരുണ്ടോ? പെണ്ണിനെ പിടിച്ചങ്ങ് അടിക്കട്ടെ. എനിക്ക് അവിടെ നിപ്പം പാവം നമ്മള് ഈ ആവശ്യമില്ലാത്ത നമ്മള് മറ്റേ കേസിൽ വേണ്ട 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 പെണ്ണ് കേസിൽ പെടണ്ടാന്നല്ലേ? വേണ്ട വേണ്ട നമ്മൾ എടാ ചീപ്പല്ലടാ. അവളുടെ സംസാരം കേട്ടില്ല, എനിക്ക് തീരെ പിടിച്ചില്ല അത്. ഓ നമ്മക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാ ഓ അതേതായാലും കൊച്ചിറക്കം നിക്കുന്ന ഇവിടെ. വേണ്ട വേണ്ട അതും പ്രശ്നമൊന്നും പിള്ളേർക്ക് ഭയങ്കര വാല്യൂ കേട്ടോ. നമ്മള് പെണ്ണിനെ പോലെ ചെറുക്കനെ പിടിച്ചൊരു അടി കൊടുത്താലോ പിന്നെ? എനിക്ക് കണ്ടിട്ട് പിടിക്കുന്നില്ല. എനിക്ക് കേസാവോ യുതി ആള് പിന്നെ നമുക്ക് മാറിയിക്കാം. നമുക്ക് പോയി 2 ബൈബിൾ ദൈവമല്ലേ അവിടെ വന്നിരിക്കുന്ന 2 എണ്ണം? ഏതാ ആ പെണ്ണ് കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. കേട്ടില്ല. അവിടെ ദൈവത്തെയൊക്കെ വിളിച്ചു വരുത്തിയത് കണ്ടോ? ഏത് നമുക്കുള്ള പണിയായത്. അവിടെ ദൈവം വന്ന് കണ്ടായിരുന്നു ഒരു മഞ്ഞ കുപ്പായൊക്കെ ഇട്ട്. ആ ഇതുന്നെ നമ്മള് പെട്ട് കേട്ടോ. നമ്മൾ ഇന്ന് സിറ്റിന്ന് പോകും. ആ കൊച്ചിനോട് നമ്മള് മോശമായിട്ട് പെരുമാറിയ കേസിലെ ദുന്നനും ഞാനും ഇന്ന് സിറ്റിന്ന് പോകും. അപ്പൊ അവസാനമായിട്ട് ഞാൻ പാവപ്പെട്ടവനാ ദുന്ന. അപ്പം എന്നെ ഒറ്റയ്ക്കാക്കുവാടോ? എന്റെ കൂട്ടുകാരനല്ലേ? തങ്കച്ചൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് ദൈവത്തോടൊന്ന് പറയണേ. ദുന്നനാണ് കൊച്ചിനോട് മോശമായിട്ട് സംസാരിച്ചത്. അയ്യോ തങ്കച്ച വേണ്ടല്ലേ? ഇന്നങ്ങോട്ട് വന്നതേ ഉള്ളൂ. ആ എന്നാ വേണ്ട വിട്ടേക്കാം പോട്ടെ. നമുക്ക് ഈ പ്രശ്നമൊന്നും നമുക്ക് ഇടപെടണ്ട, മനസ്സിലായോ? എന്ത് പിള്ളേര് മാത്രമേ ഉള്ളൂ? 1 2 3 4 ഇത് അപ്പുറത്തെ കല്ല് വേറെ 2 1 2 1 2 3 4 5 കല്ലിനിടുത്ത് പോയി ഡ്രസ് എങ്ങനെയാണ്? എനിക്കൊരു ഡ്രസ് കോസ്റ്റ്യൂം സജസ്റ്റ് ചെയ്യോ? നമുക്ക് സെറ്റ് ആക്കാം. ഡ്രസ് സെറ്റ് ആക്കാം പെർമനന്റ് ആയിട്ട്. തങ്കച്ചൻ പറയുന്ന ഡ്രസ് ഞാൻ പെർമനന്റ് ആയിട്ട് ഇട്ടുകൊണ്ടോ? ഞാനിപ്പോ വന്നപ്പോ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു നാറി വന്നിട്ട് പറഞ്ഞു കേട്ടായിരുന്നു, ഇയാളെ എപ്പോ കണ്ടാലും ഈ ഡ്രസ് തന്നെ ആണല്ലോ. അങ്ങനെ ഓരോരുത്തന്മാര് പറയും. പിന്നെ അത് പറയട്ടെ, ഇന്നെന്താ നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ തങ്കച്ച? പിന്നെ ഇത് എന്ത് കഷ്ടം. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് വന്നാലും തങ്കച്ചൻ ഇവിടെ നിൽക്കുമ്പോ തങ്കച്ചനെ കണ്ട തങ്കച്ചാന്നൊരു വിളിക്കാം. തല്ലട്ടെ തുന്ന. എനിക്ക് ദേഷ്യം വരും തുന്ന. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പിടിച്ച് പൊട്ടിക്കട്ടെ തുന്ന. വേണ്ട തങ്കച്ചേട്ട വേണ്ട വേണ്ട തങ്കച്ച വേണ്ട 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 ചെറുക്കടാ. എനിക്ക് വയ്യ, ഞാൻ പുതിയതാ. പിന്നെ നിങ്ങൾ 3 പേരുള്ള ധൈര്യത്തിനാണ് ഞാൻ പിടിച്ചങ്ങ് പൊട്ടിക്കാൻ പോവാ. ഞാൻ തങ്കച്ച വള്ളി പിടിക്കില്ലേ? നിങ്ങളുള്ളപ്പോ അത്ര ഉള്ളതേ. എന്റെ കൂടെ നിന്ന് ഇതാരായിരുന്നു? അവൻ നമ്പർ 1 വള്ളി. മോനേടാ ചെറുക്കടാ. ഇളവീനെ കൊണ്ട് വേണ്ട വേണ്ട തങ്കച്ച വേണ്ട. സുഹൃത്തുക്കളെ വന്ന എല്ലാവർക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക. ബെർലിനിലെ ഞാൻ ഇവിടെ ഉണ്ട്. ആ അപ്പൊ ഞാൻ പറഞ്ഞത് തുന്ന, അവര് ഈ നമ്മുടെ ചുറ്റിനും കിടന്ന് കറങ്ങേണ്ട കാര്യം എന്താണ്? നമ്മളിവിടെ ബീച്ച് കാണാൻ ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല തുന്ന. ഇത് ചോദിക്കണം തുന്ന. ഛർദില് കഴിഞ്ഞ് താഴെ ഇറക്കണ എന്താ ഈ കബളിമടല് പോലെ ചെറുക്കനെതിരെ ഒക്കത്തെടുത്ത് വെച്ചോണ്ട് നടക്കുന്ന? എന്നെയും കൂടെ ഒന്ന് സ്നേഹിക്കോ? വേണ്ട മോനെ താഴത്തോട്ട് ഇറക്കടാ. നീ എന്താണ് ഒക്കത്ത് കയറിയുന്ന ഡയലോഗ് അടിക്കുന്നത്? താഴെ ഇറക്കടാ.
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ താഴോട്ട് നീ താഴോട്ടിറങ്ങി വാടാ. ഈ പ്രാവർച്ചിക്കൊക്കെ നല്ല റേറ്റ് അല്ലേ? ഇത് പ്രാവാടാ ഇത്. കാക്കയ്ക്ക് വേണ്ടി അടിച്ച പോലെ ഉണ്ട്, അതുകൊണ്ട് വാലൊക്കെ ഇപ്പഴും കറുത്തിരിക്കുന്നു. തങ്കച്ച ഈ പക്ഷി ഇറച്ചിക്കൊക്കെ നല്ല വിലയല്ലേ? സത്യം. തങ്കച്ചോ അയ്യോ ദൃഷ്ടത്തുണ്ടല്ലോ, ഇത് ഡിസ്ട്രിക്ട് തുണ്ടനല്ലേ? ചേച്ചി 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 നിക്ക് ഒരു ഇതാ വരുന്നു. ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, അവനെ പിടിച്ചോണ്ടിരിക്കുന്ന വെയിറ്റ് ആണെങ്കിൽ ചേച്ചി എന്റെ തോളത്തോട്ട് ഇരുന്നു, നമുക്ക് ഞാൻ വെയിറ്റ് സഹിച്ചോളാം, സീനൊന്നുമില്ല. ഇല്ല ചിലപ്പോ നിങ്ങൾക്ക് ക്ഷീണം വന്നാലോ? ആ ചെറുക്കനെ നമ്മൾ താഴെ ഇറക്കാനാ പറഞ്ഞത്, ചേച്ചി ഇറക്കണ്ട കേട്ടോ. താഴെ ഇറങ്ങടാ. പിന്നെ വള്ളിയാണോ? അയ്യേ നിക്കർമോനോ? ഈ പാൻറിട്ട ചെറുക്കനെയാണോ നിക്കർമോൻ നിക്കർമോന്ന് വിളിക്കുന്നേ? ഈ പാൻറിട്ട ഇവനെ +2 ക്ലാസ്സിൽ കൊണ്ടാക്കുവൻ, പഠിക്കാൻ പോടാ. മുതുകാറെ ഇറങ്ങടാ പെണ്ണുമ്പിള്ളേടെ കയ്യിൽ താഴെ. ചെറിയ പിള്ളേരാണെങ്കില് തങ്കച്ച തങ്കച്ച പിന്നെ അവര് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടോ? എന്റെ 14 ഞരമ്പെണീറ്റിരിക്കുക. തങ്കച്ചോ പിടിച്ച് പൊട്ടിക്കിട്ടടാ ചെറുക്കനെ, പൊട്ടിക്കിട്ടടാ. പിന്നെ തങ്കച്ച വള്ളി തങ്കച്ച തങ്കച്ച പിന്നെ ഞാൻ പിടിച്ച് അടിക്കും കേട്ടോ ചെറുക്കനെ. അവൻ ഇറങ്ങി. ഇപ്പൊ അമ്മയും മോനും എല്ലാം വെറുതെ ഇരുന്നു. സത്യം സത്യം സത്യം. ഈ തള്ളേം കൊച്ചൊക്കെ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ചൊറിയുന്ന എന്തിനാ? നമ്മളെ ചൊറിയുന്ന എന്തിനാണ്? തങ്കച്ച എന്റെ 15 ഞരമ്പായി പെണീറ്റിരിക്കുന്ന. 14 ഉള്ളായിരുന്നല്ലോ നേരത്തെ. അത് വീട് ഇപ്പൊ ഒരെണ്ണം കൂടി. പെണ്ണുപിള്ള പിടിച്ച് ഉടച്ചു വിടും കേട്ടോ. സത്യം പെണ്ണുപിള്ളയുടെ നമ്മൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്ത്രീകളെ എന്തേലും ഇതെന്താ അവിടെ സ്ത്രീജന ഇത്രയും സ്ത്രീ ദുന്നാ നമ്മളിവിടെ ഇത്രയും പേര് നിന്നിട്ട് എന്താണ് പെൺപിള്ളേരെല്ലാം കൂടെ തന്നെ ചെറുക്കന്റെ വട്ടത്തിൽ ഇരിക്കുന്ന ചെറുക്കനെ പീഡിപ്പിക്കുവോ? ഇടപെടണ്ടേ? പാൽക്കാരൻ പയ്യനാവാൻ സ്ഥലം ഉണ്ടോന്ന് അവിടെ ചോദിച്ചാൽ പോയിട്ട് സൈലന്റ് ആയിട്ട് ചോദിച്ചു നോക്കാം. എന്തോ ചൂണ്ടുന്ന കണ്ടോ? മാറി നിക്കേ. അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ കണ്ട പിള്ളേരെ തന്തയാവൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങോട്ട് ചെന്നപ്പോ പെണ്ണുപിള്ള പറഞ്ഞു കേട്ടോ എന്റെ മോനാന്ന്. എനിക്ക് വയ്യ, എനിക്ക് ഭാര്യയും കൊച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിംഗിളാണ്. തങ്കച്ച തങ്കച്ച എങ്ങനെ താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. വന്ന എല്ലാവർക്കും വെൽക്കം. സബ്ബൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. തങ്കച്ചന്റെ ചുക്കമ്മണിലിരുന്നെ കാല്. തങ്കച്ച എങ്ങനെ ഇരിക്കുന്ന തങ്കച്ച? ഞാൻ തട്ടോ തടവോ ചെയ്ത് ഞാൻ പിടിച്ച് ഓടിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? കാര്യം തന്നെ ഓടിക്കും ഞാൻ. അയ്യാണോ ജയാണോ ഒന്ന് നോക്കിയേ. മാറിയിട്ട് നോക്ക് നീ. തങ്കച്ച പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പെരുക്കുന്നില്ലേ? എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കൊച്ചി ഇറക്കന് വരുന്നുണ്ട് 4 പെൺപിള്ളേരെ എടുത്തോണ്ട് നടക്കാന്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പെണ്ണുങ്ങൾ മാറുന്ന സമയം നോക്കി ചെറുക്കനെ ഡ്രാഗ് ചെയ്താലോ? അവനെ പിടിച്ച് പൊട്ടിച്ചു വിട്ടാലോ? പിന്നെ ചന്തി രണ്ടടിയും ഇവന് സ്കൂളിലും കണ്ട് വിട്ടെന്ന് തോന്നി. ബാഗ് തോളത്തുണ്ട്. ഇവർ എന്നിട്ട് അത് ക്ലാസ്സും കട്ട് ചെയ്ത് കണ്ട പെണ്ണുങ്ങളെ വേറെ എന്തൊക്കെയുണ്ട്. ഇവനെ ഒന്ന് ചെക്ക് ചെയ്താലോ? ഇവനെ പിടിക്കണം. ദുന്നിനൊന്ന് വിരട്ടണം കേട്ടോ ചെറുക്കനെ ഒന്ന്. പള്ളി പിടിച്ചാലോ ചെറുക്കനായിട്ട്? പിന്നെ അത് മതി ചെറുക്കൻ നമ്മുടെ ഒരു റേഞ്ച് അനുസരിച്ച്. അപ്പുറത്തെ ഒരു ചെറുക്കൻ നമ്മുടെ പക്ഷിനെ പിടിച്ചോണ്ട് പോകാനുള്ള നമ്മുടെ സിറ്റിയിലെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് ആ ചെറുക്കനായിരിക്കും നമുക്ക് വള്ളി പിടിക്കാൻ ബെസ്റ്റ്. ഈ പെമ്പിള്ളേരുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് തന്നെ പോയപ്പോ കൊച്ചു പറഞ്ഞു കേട്ടോ ആ ചെറുക്കന്റെ തന്ത ഞാനാന്ന്. അയ്യോ എനിക്ക് പോയി ഒന്ന് കേൾക്കാൻ. അവനൊക്കെ നിന്ന് കിടുങ്ങുന്നല്ലോ അങ്ങ് നോക്കിയേ. എനിക്കങ്ങോട്ട് തങ്കച്ചോ എനിക്ക് ഈ വിളി കേൾക്കുമ്പോഴാ ചെറുക്കനെ പിടിച്ചങ്ങ് പൊട്ടിക്കട്ടെ. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചാലോ? നമുക്ക് ഫുഡ് കഴിക്കാം. എന്തോ തങ്കച്ചന് എന്തോ വേണം? ഞാൻ എനിക്ക് മറ്റേ മിൽക്കി ബാർ ഏതാണ്ട് മേടിച്ചു തന്നായിരുന്നല്ലോ. കുക്കുംബറോ അതൊക്കെ എവിടുന്ന് കിട്ടി?
ഐഡി പറ. എടാ സത്യം പറ, നീ ആ ബർഗർ ഷോട്ടിൽ പോയിട്ട് അവിടെ പൈസ ഇല്ലാത്തതുകൊണ്ട് നീ അടുക്കള കയറി കട്ടുകൊണ്ട് വന്നല്ലേ അത്? അത് അരിഞ്ഞ് മറ്റേ ഇതാക്കിയിട്ടാണ് ബർഗർ ഉണ്ടാക്കുന്നത്. ആൾമാർട്ടോ അതെന്താ? ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. ഞാൻ ഈ ബീച്ച് ആ പമ്പിന്റെ അവിടെ അതൊക്കെ ആയിട്ട് അങ്ങ് കൂടി പോകുന്നൊരു പാവം. ഐഡി പറ. 167. നല്ല സമാധാനല്ലേ ഈ തിരകളൊക്കെ എണ്ണിയിരിക്കുക. നമുക്കൊന്ന് കടലിലോട്ട് വേണ്ടല്ലേ? എന്തിനാ എനിക്ക് സമാധാനം പോകുന്ന ചെറുക്കനെ കണ്ടു. അടുത്ത പെണ്ണ് അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകുന്നു. ഇനി അടുത്ത അതിന്റെ അയ്യോ ഇവനെ പിടിച്ച് ആ ചെറുക്കൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പിടിച്ച് പൊട്ടിച്ചാലും എണീക്കുന്നത് ആ സെയിം ഇത് തന്നെ ഒന്നുകൂടെ എക്സ് ആണോ? എനിക്ക് അങ്ങോട്ട് കൈ പെരുക്കുന്നു. ഞാൻ ഒരു 15 ഞരമ്പിന്റെ കഥ ഒന്നുകൂടെ പറഞ്ഞു തരാം. കേട്ടിട്ട് വരാം. കിട്ടേടാ ഞാൻ അവന്റെ തലേ കേൾക്കുന്ന ചെറുക്കനെ പിടിച്ച പൊട്ടിക്കും. എടാ ബ്രൗൺ ഹെയർ പൊടിയാ, ഇങ്ങോട്ട് നീങ്ങില്ലടാ. ഇങ്ങോട്ട് എടാ ബാഗ് നോക്കിട്ട ചെറുക്ക ഇങ്ങോട്ട് നീങ്ങുന്നില്ലടാ. നീ ചെറുക്കനെ തന്തേന്നല്ലേ വിളിച്ചു? നീ ഇങ്ങ് വന്നേ. നീ ഇങ്ങനെ പിന്നെ ചെറുക്കൻ ഇംഗ്ലീഷ് മീഡിയം കാച്ചങ്ങോട്ട്. ബീച്ചിൽ കപ്പലണ്ടി വിൽക്കുന്ന ഏതോ ഒരു പെണ്ണുമ്പിള്ള എന്താ പറയുന്നത് കേട്ടോ? എന്റെ 16ാമത്തെ ഞരമ്പ് ഞാൻ പൊക്കണോ? നെട്ടൂരാ തല്ലല്ലേ, സ്ത്രീകളെ തുടരുത്. ദുന്നാ എടാ നിന്റെ ദുന്നനെ തല്ലുന്നടാ പെണ്ണ്. നെട്ടൂര ഇടിക്കരുത്. ദുന്ന പ്രതികരിക്കണേ. ഹായ് കുട്ടി, അവിടെ എന്താ പ്രശ്നം? ആ പെൺകുട്ടി എന്തിനാ അവന്മാരായിട്ട് ഓടിക്കുന്നേ? ആ കുട്ടി അവിടെ കുട്ടിക്ക് എന്തിനും പ്രശ്നമുണ്ട്? ആ കുട്ടി എന്താണ് അവന്മാരെല്ലാം എടുത്തിട്ട് തല്ലുന്നു? ഏത് കുട്ടി? ആ പെൺകുട്ടി മറ്റേ വടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? ചേച്ചി ഇവന്റെ അമ്മയാണോ? തങ്കച്ചന്റെ പോലെ വള്ളി പിടിച്ച് എന്നിട്ട് ഇവിടെ ഒന്ന് ഇരിക്കല്ലേ? അല്ല ഞാൻ ഈ കുട്ടികൾ ഒറ്റയ്ക്ക് കണ്ടപ്പോഴേ അവർക്കൊരു ചേച്ചി പേടിക്കണ്ടോ? എന്റെ 16 ഞരമ്പെന്താന്ന് ചേച്ചി? സത്യം തന്തേക്കാൾ മോശമെന്നല്ലേ? നിനക്ക് പെമ്പിള്ളേർക്ക് നിന്നെക്കാട്ടി ഹൈറ്റ് വരുന്നത് പറ്റുന്നില്ലേ? ചേച്ചി ജിമ്മിലൊക്കെ കാര്യം പറയണേ. ഇവൻ മഴവില്ലാണോ? ശശി നീയെങ്കിലും പാൻറിട്ട നിക്കറ മോനെ. ദേ നിന്റെ എനിക്കും പിടിക്കുന്നില്ല. കണ്ട ചെറുക്കനൊക്കെ എന്നെ വന്ന് തന്തേന്നൊക്കെ. എടാ നീയല്ലേടാ അപ്പിച്ചെറുക്കൻ, നീയല്ലേടാ തൂറുവെന്ന് പറഞ്ഞവനെ. ഇവനോട് സംസാരിക്കുമ്പോ എന്നെ തന്തേന്ന് വിളിക്കുന്നടാ. എനിക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല. വല്ലതും പറഞ്ഞ നിന്നെ ഞാനിപ്പോ തങ്കച്ച ഏത് വകയിലാന്ന് എനിക്കിങ്ങനെ അതാണ്. തങ്കച്ച ഇങ്ങോട്ട് നോക്കിയേ. ദുന്നാത് തങ്കച്ചന്റെ ആരാ ഇവൻ? മോനെ തങ്കച്ച മമ്മി വരുന്നു, ഞാൻ മാറിയിക്കട്ടെ. പണ്ട് ഈ ക്രൂവിന് വേറൊരു പേരുണ്ടായിരുന്നു. നിക്രത്തൂറിന്നാണോ? അതാണോ? പിന്നെ
വേണ്ട വേണ്ട എന്റെ തങ്കച്ചനോട് പറഞ്ഞില്ല. തങ്കച്ച എന്റെ ബാക്കിൽ കയറി അവൻ മേടിക്കാനാണോ? അല്ല അവന് തന്തേ തല്ലിന്നല്ലേ പറഞ്ഞേ, എന്നെ തല്ലാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ആരിത്? തങ്കച്ച നിങ്ങൾ ഇത്രയ്ക്കും മോശമായിരുന്നോ? ഇതേതാ കുട്ടി? Who's that? ഞാൻ പേരെന്താ? എല്ലാം ഞാനങ്ങ് ഏക്കാ. നീ നെട്ടൂര ഇതൊക്കെ ആരാ ഇതൊക്കെ? തങ്കച്ച നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാൻ എന്തോ പറഞ്ഞു തുന്ന, ഞാൻ എന്തോ വെച്ച് ചതിക്കാൻ? അപ്പൊ ഈ ഇക്രുമോ നിങ്ങടെ എന്റെ ഒന്നുമില്ല തോന്നാ, പെണ്ണുപിള്ളയുടെ മോനെ കണ്ട എനിക്കറിയാൻ മേനെ. പെമ്പിള്ളക്ക് മോനുണ്ടാവണമെങ്കി തങ്കച്ച ഞാനല്ല. എനിക്ക് മോനൊന്നുമില്ല, എനിക്ക് മോനൊന്നുമില്ല. അയ്യോ പിന്നെ വഴി കണ്ട ചെറുക്കരയാണല്ലോ എടുത്തോണ്ട് നടന്നേ. സ്ത്രീയെ എന്റെ ചെറുക്കനെ തുടരുത്. നിങ്ങൾക്ക് രണ്ടാമത്തെ മോനാ, മൂത്ത മോനാണ് അപ്പൊ ഇത്. സ്ത്രീയെ തോന്നിയാസം പറയരുത്. How many kids you have? എടി നിനക്ക് എത്ര? ഓ ഞാൻ ഈ പെണ്ണുങ്ങളോടൊന്നും പറയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കുക്കിനെ പിടിച്ചങ്ങ് ചവിട്ടിക്കൊന്നാലും ഞെരടി വിടും ഞാൻ കേട്ടോടാ. കുക്കുപട്ടി ഈ പക്ഷി ഇറച്ചിക്കൊക്കെ നല്ല വിലയല്ലേ? സത്യം അവൻ പറന്നു കൂടാതെ നോക്കിയോ. അയ്യോ അയ്യോ അതെന്താ മോളെ കുക്കുടു? ഹലോ ആരാടാ ഇവിടെ തല്ലിയത്? ഹലോ 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 പേരെന്തോ മോന്റെ? കേട്ടില്ല. എന്റെ പേര് തങ്കച്ചൻ. സുഹൃത്തിന്റെ പേരെന്താ? ഞാനൊരു കാര്യം പറയാം മിക്രുമോനെ. കാരണം വഴി നിൽക്കുന്ന അമ്മച്ചിമാരൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നിട്ട് അന്ന് അതിനെ തല്ലേ. വെജിറ്റ ഈ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. ഞാനിപ്പോ വരാം. ദുന്നനെ നോക്കിക്കോണേ. ആ ദുന്ന ദുന്ന ഇങ്ങോട്ട് വന്നേടാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ കൊറേ പിള്ളേരും അമ്മമാരും ഒക്കെ കൂടെ എന്താ ഇവിടെ? ഇവിടെ കൊറേ പെണ്ണുങ്ങളും പിള്ളാരും. ഇത് എന്താണിത്? ഇവിടെ എന്താ നടക്കുന്നത്? ഇത് എനിക്കറിയില്ല. പിന്നെ ആ പെണ്ണുമ്പോൾ എന്തിനാ നിന്നെ എടുത്തിട്ട് തല്ലിയത്? അത് ചെറുതായിട്ട് 16ാമത്തെ ഞരമ്പ് പൊങ്ങിന്ന് പറഞ്ഞത്. അതിനാ അടിച്ച് മൊത്തം താത്തല്ലേ? ആ അത് വിട എല്ലാം താന്ന് എല്ലാം വിട തങ്കച്ച. അത് വേണ്ടല്ലേ, ചോദിക്കണ്ടല്ലേ? വേണ്ട വേണ്ട എന്തിനാ? ഞാൻ ഈ പെമ്പിള്ളാരോടൊന്നും പറയാത്തോണ്ടാ. അല്ലെ ഞാൻ അവളുടെ മോനെ പിടി ഞാൻ ഇത് മൊയ്തീൻ ബ്രോ. ഇത് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് വരാവേ. ഇത്ര നേരം എന്റെ ചാറ്റും പഴമൊന്നും കാണുന്നില്ലായിരുന്നു തോന്നുന്നു. ലൈവ് സ്ട്രീം എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലോട്ട് ഇതായിട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ സെറ്റ് പുതിയതാണോ? ഞാൻ തിരിച്ചു വന്നു. കെട്ടാൻ നടന്നിട്ട് ഇന്നെന്താണ് അവളെ കടവ് മൈൻഡ് ഇതെന്താ എന്റെ തങ്കച്ചനെ നിങ്ങളെല്ലാം കൂടെ എന്താ ചെയ്യാ? ആ പെണ്ണെന്നെ കൈ ചൂണ്ടിയടാ ദുന്ന. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്റെ 17ാമത്തെ ഞരമ്പാ പൊങ്ങിയ. കുറച്ചൊന്നും അടിച്ചെല്ലാം കൂടെ താത്തയല്ലേ പിന്നെയും പൊങ്ങിയോ നിന്റെ? എടാ വെജിറ്റ നിന്റെ കൂട്ടുകാരനല്ലടാ പേടിച്ചോടുന്ന ഒരു പെണ്ണിനെ കണ്ടിട്ട്. അവന് കുറച്ച് മോട്ടിവേഷൻ കൂടെ. മൊട്ടേ ഇതൊക്കെ ആരാ ഈ ചെറുക്കനക്ക്? തങ്കച്ച ആമ്പിള്ളാറെ നേരെ കൈവക്കുന്ന പെണ്ണുങ്ങൾ എന്തോ ചെയ്യണമെന്നാ? കൈ തല്ലി ഓടിക്കണമെന്നാ. പക്ഷെ ഞാൻ സ്ത്രീകളെ ഒന്നും ചെയ്യാറില്ല. സ്ത്രീകളെയും കുട്ടികളെ അല്ല. പിന്നെ നീ വേണേ ഞാൻ വിരല പിടിച്ച് ഓടിക്കടാ. ആര് ചോദിക്കാൻ പോരാ അതിനെയൊക്കെ അലവലാദികളെയൊക്കെ? അച്ഛന്റെ പേര് ചോദിച്ചപ്പോ തങ്കച്ചെന്നൊക്കെ വേറെ ആരാണ്ട പേരൊക്കെ ഞാനാടാ തങ്കൻ. ദുന്ന ഇത് എന്താ? ഇതിപ്പം ഫ്രീ ആയിട്ടൊരു കൊച്ചിനെയും കിട്ടി. ഇതൊക്കെ എന്ത് ഇത്? നടക്കുന്ന എന്താ എനിക്കറിയില്ല. എനിക്ക് വയ്യ ഭാര്യയും കൊച്ചിനെ ഒന്നും നോക്കാനൊന്നും പറ്റത്തില്ല. എന്റെ വേറെ കൂട്ടുകാരൻ തങ്കച്ച. എന്തോ ദുന്ന? എന്റെ ഫസ്റ്റ് കൂട്ടുകാരനെ ഞാൻ പറയാം. എന്റെ ഫസ്റ്റ് കൂട്ടുകാരനാണ് തങ്കച്ചൻ. കേട്ടോ മൊട്ടെ? ഈ മൊട്ടയെ ഞാൻ 2 ദിവസം മുമ്പേ പരിചയപ്പെട്ട. പിന്നെ ഞങ്ങളിപ്പോ പരിചയപ്പെട്ടില്ലേ? 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം. എന്റെ മൊട്ട. മുട്ട. അതെ മൊട്ട.
പുള്ളി സിറ്റിയെ കുറച്ച് വിഷയമാണ് കേട്ടോ. പുള്ളി ഇവിടുത്തെ ഒരു വലിയൊരു ഗുണ്ട ഗുണ്ട. തങ്കച്ചാ ആ പിന്നെ ആ പാറയുടെ അവിടെ 2 പെണ്ണുങ്ങളോട് ഒരുത്തൻ എനിക്ക് അങ്ങോട്ട് നിക്കട്ടാ ആ കൊച്ചു ചേർക്കുന്നോണ്ട് ഒരു കൊച്ചിനെ ശല്യം ചെയ്യുന്നത്. അത് മറ്റേ സീതയുടെ അനിയത്തി. അതെന്താ സീത അറിയോ? ആ സീത അറിയാം. ഇക്രോ നിന്റെയൊക്കെ നീ നോക്കടാ വളക്കടാ പണ്ടൊക്കെ ഈ കാലം എന്ത് കാലമാ നോക്കണേ. തുമ്മിയ പിള്ളേരെ ഇവിടെ അടുത്ത കൊക്കായിട്ട് വല്ല ജനിച്ചാ മതിയായിരുന്നു. സത്യം ഇത് എന്തോരം പെൺപിള്ളേരെ ഇവിടെ ഈ സിറ്റിയിൽ ഇപ്പം. സത്യമല്ലേ തട്ടി വെക്കുന്നില്ല. ഓരോരുത്തർക്ക് ഓരോരോ സൈസിലുള്ള അതോടോ ഞാൻ കൊക്കാവാൻ പോ. എന്റെ അടുത്ത സിംഗിളാണോ?